ഇതാ ഞാൻ പറഞ്ഞ പുതിയ ജോലിസര്. എടി നീ വിചാരിക്കുന്ന ആളൊന്നുമല്ല. എന്ത് ചോദിച്ചാലും മുഖത്ത് നോക്കി പറയും. എന്നാ എന്റെ വായന്ന് കേൾക്കുകയും ചെയ്യും. ഇതാണ് കുഴപ്പം, ഈ വീട്ടിലെ കുഴപ്പം. ഇത് തന്നെ എന്റെ വീട്ടിലും പ്രശ്നം. അതാ പിന്നെ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നമ്മളെ കുടുംബത്തെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓ പിന്നെ ചോദിച്ചാൽ മറുപടി പറയും. പറയോ? എന്ത് ചോദിച്ചാലും അതിനുള്ള മറുപടിയും പറയും, പ്രതിവിധിയും ചെയ്തു തരും. എന്നാ എന്റെ ഈ വീട്ടിലില്ലാത്ത 3 കാര്യങ്ങൾ എന്താണ്? മണിക്കുട്ടി ഓടുന്നു. ഇതെന്നാ കോടീശ്വരം പരിപാടിയാ? അയ്യോ, മണിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ പശുവാ. എടി ക്ലാരി, അതിനെ പിടിച്ച് കെട്ട്. ഞാൻ ചോദിച്ച ചോദ്യം കേട്ടില്ലാന്നുണ്ടോ? എന്താണ് ഒന്നുകൂടി പറഞ്ഞേ? ഞങ്ങളുടെ ഈ വീട്ടിലില്ലാത്ത 3 കാര്യങ്ങൾ എന്താണ്? മനസമാധാനം, സ്വസ്ഥത, സാമ്പത്തികം. കറക്റ്റ് കറക്റ്റ്. എങ്ങനെ മനസ്സിലായി പുള്ളിക്ക്? ഇതൊന്നും ഉള്ളവനൊക്കെ ആരെങ്കിലും ജോലിസിനെ വിളിച്ച് വരുത്തുവാ. കറക്റ്റാ പറഞ്ഞത്. ഇപ്പൊ നിനക്ക് വിശ്വാസമായാ? ഓ പിന്നെ ഇനി നമുക്ക് നോക്കാം. നോക്കാം. എനിക്ക് വിശ്വാസമൊന്നുമില്ല. പറഞ്ഞു വിട് നിങ്ങൾ. നീ മിണ്ടാതിരി. ഒരുപാട് പേര് കേട്ട ആളാ. ഞാൻ വളരെ കഷ്ടപ്പെട്ടാ കൊണ്ടുവന്നത്. ഇങ്ങോട്ട് മാറിയില്ല, ഇവിടെ കിടന്നല്ലാതെ. അനർത്ഥങ്ങളാണ് ആദ്യമേ കാണുന്നത്. അല്ലാതെ വയറ് തട്ടി വീണതല്ല അല്ലേ? ജീവിതത്തിൽ നിങ്ങൾ എന്നും ഒറ്റപ്പെടും. കണ്ടൊരെണ്ണം. ഇനി ഒറ്റപ്പെടിയല്ല കേട്ടാ. ഞാനത് കണ്ടില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലായിരുന്നു. ചന്ദ്രനെ മറച്ചു നിർത്തിയിരിക്കുക. ആരാണെന്ന് പറഞ്ഞാ മതി, ഞാൻ ചെന്ന് സംസാരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറി നിൽക്കാൻ പറയാം. അപ്പൊ തീരുവല്ലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ. കൊച്ചേ, ഞാൻ കണ്ട ആപ്പോ ജോലിസിനൊന്നുമല്ല, ഡോക്ടറേറ്റ് കിട്ടിയണ. അയ്യേ, ഈ ചിപ്പിട്ട് ഉരുട്ടുന്നതിനൊക്കെ ഡോക്ടറേറ്റ് കിട്ടും കേട്ടോ. ഇതെന്തോ ഇത്? അത് നോക്ക്. എനിക്കെന്തായാലും എല്ലാം കള്ള ജോത്സ്യന്മാരാണ്. ഞാൻ പറയണ്ട പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജോത്സ്യന്മാരെയും അങ്ങനെ ചിത്രീകരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ മാത്രം. അത് കറക്റ്റാ. ആളെന്താ? നാളെ എന്താന്ന് ചോദിച്ചാ, നാളെ രാവിലെ എണീക്കണം, അമ്പലത്തിൽ പോകണം. നാളെ നിങ്ങൾ എന്താ പരിപാടി? അതല്ല പറഞ്ഞത്. തന്റെ നാളെ എന്തുവാണ്? നാളെ അങ്ങോട്ട് നോക്കിയാടി. മൂലം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രാശി മോശമാണ്. അതുകൊണ്ട് നാളെ ഒരു കാരണവശാലും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ഇല്ല. ചന്ദ്രനും ശുക്രനും ഒന്നിക്കുന്ന ദിവസം. അതെന്താ ഇത്രയും ദിവസം ഒരു പിണക്കത്തിലായിരുന്നോ? എന്റെ പൊന്നെ, ഞാൻ പോവാ. നീ ചുമ്മാ ഇരുന്നേ. അളി ഉരുട്ടളിയാ. ഇവിടെ എന്തെങ്കിലും മുടക്കം സംഭവിച്ചിട്ടുണ്ടോ? കറക്റ്റ്, മുടക്കമുണ്ട്. കാണും. മുടക്കം ഇതിൽ കാണുന്നു. എന്ത് മുടക്കം സംഭവിച്ചാലും അതിന് ഞാൻ പരിഹാരം കണ്ടിരിക്കും. സത്യം. തീർച്ചയായിട്ടും. ഇവളുടെ 2 മാസത്തെ ഫീസ് അടയ്ക്കാനുണ്ട്. അതൊരു മുടക്കമുണ്ട്. അതൊന്ന് തീർത്ത് തരാവോ? ഇതാണ് ഞാൻ വാങ്ങിക്കാൻ. എനിക്ക് കിട്ടാനുള്ള പൈസ അത്. എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ. അവളെ കോളേജ് ഫീസ് അടയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. എനിക്ക് ചെലവിന് തരാനില്ല. കണ്ട ജോത്സ്യന്മാർക്കൊക്കെ പൈസ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ. പൂജ സ്വന്തമായിട്ട് അങ്ങ് പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ എടുത്ത് അങ്ങ് പൂജ നടത്തണം. അല്ല കുടുംബം നോക്കാതെ അല്ല പൂജ. വേണമെങ്കിൽ പോണം.